ഹായ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. അപ്പോൾ ക്യാരറ്റും ഡേറ്റ്സും ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി അടുത്ത പരിപാടി 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ കട്ടകളൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സും ഇതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും മാറ്റി വെക്കുക. ഇനി ബാറ്ററിൻ്റെ പണി നോക്കാം. അതിന് 1/2 കപ്പ് പഞ്ചസാരയിൽ 3 ഗ്രാമ്പു ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ 4 മുട്ട, നമ്മുടെ പഞ്ചസാര, കുറച്ച് വാനില എസൻസ്. ഇതിന് ബീറ്റർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വിസ്ക് വെച്ചും നല്ലപോലെ മിക്സ് ചെയ്തെടുത്താലും മതി. അതിനിടയിൽ ഒരു 1/4 കപ്പ് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അതിന് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ 3 തവണ ഒന്നും അരിക്കുന്നില്ല, ഒറ്റ തവണ ഡയറക്റ്റ്ലി നമ്മുടെ എഗ് മിക്സറിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊരു സ്പാച്ചുല വെച്ച് നല്ലപോലെ പയ്യെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ച ക്യാരറ്റ് ഡേറ്റ്സ് കാരമൽ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്കിട്ട് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് മോൾഡിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഒരു ആർഭാടത്തിന് കുറച്ച് കാഷ്യൂസും റൈസിൻസും മേലെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിന് ഒരു നിർബന്ധമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഈ കേക്ക് നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബാറ്റർ ഞാൻ 6 ഇഞ്ചിൻ്റെ 2 മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഓവർ മധുരമൊന്നുമില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. പിന്നെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിനെ പറ്റി ഞാനായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ മോൻ കേക്കും കൊണ്ട് പോയി. അപ്പോൾ ഓക്കെ, ശരി, ബൈ.